السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحابته وأهل بيته أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أوليائي إلا المتقون. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: من عادى لي وليا فقد آذنته بالحرب، حكاية عن ربه. وإذا حلت الهداية قلبا نشيطت في العبادة الأعضاء. ബഹുമാനികളെ, ഒരാമുഖം ആവശ്യമില്ലാത്ത വിധം നേരെ ചൊവ്വേ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ഈ ഗ്രൂപ്പിൽ വർഷങ്ങളായി ബഹുമാനപ്പെട്ട സ്വാലിഹ് മൂല റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആണ്ട് പരിപാടി അതുമായി ബന്ധപ്പെട്ട് ദീനിയായ മറ്റ് പരിപാടികൾ നടത്താറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഈ വർഷവും റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദുകളും മദ്ഹും സ്വാലിഹ് മൗലാൻ്റെ മൗലിദും മദ്ഹും കൊണ്ടാടുകയാണ്. ബഹുമാനപ്പെട്ട പാടത്തായ സ്വാലിഹ് മൂല റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിപ്പോൾ സ്വാലിഹ് മൂലയായിട്ട് അവിടുത്തെ ചുറ്റുപാടുകളുമായി ഒരു പരിചയമില്ലാത്ത ആളുകളിലേക്കും ഈ വോയിസുകൾ എത്താമല്ലോ. അവരെയും കൂടി ഉന്നം വെച്ചുകൊണ്ട് ഞാൻ ചെറുതായി പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരമ്പരയായി വന്ന 4 ത്വരീഖത്തുകൾ മംഗലാപുരം ബന്ദറിൽ അഥവാ മംഗലാപുരം ടൗണിൽ തന്നെ കടപ്പുറത്ത് ഉള്ള സീനത്ത് ബഖ്ഷ് മസ്ജിദ് എന്ന് പറയുന്ന പള്ളി, അല്ലെങ്കിൽ പഴയ പള്ളി, അല്ലെങ്കിൽ വലിയ പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളി, മംഗലാപുരത്ത് ടൗണിൽ തന്നെയുള്ള ബന്ദറിലെ വലിയ പള്ളി. ആ പള്ളിയുടെ തെക്ക് കിഴക്ക് മൂലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ബന്ദർ മൂല എന്ന പേരിൽ വിളിക്കുന്ന ജലാൽ മൂല തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് മൂല ജലാൽ മസ്താൻ ബുഖാരി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ബന്ദർ മൂല അല്ലെങ്കിൽ ജലാൽ മൂല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 4 ത്വരീഖത്ത് സ്വീകരിച്ചു. സനദോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് മുട്ടുന്ന 4 ത്വരീഖത്ത് സ്വീകരിക്കുകയും ആ ത്വരീഖത്തിൻ്റെ ബഹറിൻ്റെ ആഴിയിൽ മുങ്ങി ഉന്നത സ്ഥാനം കൈവരിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ വലിയ മഹാനാണ്. ഹിജ്റ വർഷം 1393 റബീഉൽ അവ്വൽ മാസം 28-ാം തീയതി ബുധനാഴ്ച രാവിലെ ദുഹാ സമയത്ത് ഈ ലോകത്തോട് മഹാനവറുകൾ വിട പറഞ്ഞുപോയി. അവിടുന്ന് ഏതാണ്ട് 85 വയസ്സുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയും വഫാത്താവുകയും ചെയ്ത മാസമാണ് റബീഉൽ അവ്വൽ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. സാലിഹ് മൂല വഫാത്തായത് റബീഉൽ അവ്വൽ 28-നാണ്. പക്ഷേ നബി തങ്ങൾ വഫാത്തായ ദിവസത്തിൽ ളുഹാ സമയത്താണ്. അതേപോലെ സാലിഹ് മൂലയും വഫാത്തായത് ളുഹാ സമയത്താണ്. ലഹവത്ത യൗമുൽ അർബിയ എന്ന് സ്വാലിഹ് മൂലാൻ്റെ മൗലിദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വാലിഹ് മൂല റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിൽ 1300-കളിൽ ബഹുമാനപ്പെട്ട സ്വാലിഹ് മൂല ആ കാലക്കാരായ വലിയ വലിയ ആലിമീങ്ങളുടെ ഇടയിലും ഔലിയാക്കളുടെ ഇടയിലും പ്രസിദ്ധനായ
വിലായത്തിൻ്റെ പദവിയിൽ രാജകീയ പദവി അലങ്കരിച്ച വലിയ അറിയപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടതും തങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തെ പള്ളിയിൽ ഖുദ്ദാമ മസ്ജിദിഹി എന്ന് ബഹുമാനപ്പെട്ട അവിടുത്തെ മൗലിദിൽ കാണാം. അവിടുന്ന് വഫാത്തായി കിടക്കുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടുത്തെ വീട്ടുമുറ്റത്തുള്ള പള്ളിയുടെ പരിസരത്താണ്, പള്ളിയോട് ചേർന്നിട്ടാണ്. ആ പള്ളിയും ആ മക്കാമൊക്കെ ഇന്ന് പരിപാലനം നടത്തുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ. ഒരുപാട് പ്രായമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നല്ല ആഫിയത്തോടുകൂടി ജീവിക്കുന്ന അബ്ദുറസാഖ് ഹജിക്ക എന്ന് പറയപ്പെടുന്ന മഹാനവറുകളും അങ്ങനെ അവരിന്നും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിനടുത്ത് പാടത്തക്കായി എന്ന് പറയുന്ന സ്ഥലത്താണത്. ലോകപ്രസിദ്ധരായ ഒരുപാട് പണ്ഡിതന്മാരുമായി സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബന്ധമുണ്ടായിരുന്നു, അഥവാ അവരൊക്കെ തങ്ങളോട് അങ്ങോട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും വലിയ പ്രമുഖരായ ഒരുപാട് മുരീദുമാറും അതുപോലെ തന്നെ ഖലീഫമാരെയും കൊണ്ട് ലക്ഷത്തോളം ആളുകൾ, അല്ലെങ്കിൽ 1,00,000-ൽ പരം പ്രമുഖരായ മുരീദന്മാരെ കൊണ്ടും അവിടുത്തെ ഖലീഫമാരെ കൊണ്ടും ലോകം നിറച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്നും ബഹുമാനപ്പെട്ടവരുടെ മൗലിദിൽ കാണാം. വമല അൽ ആലമ മിനൽ മുരീദീന വൽ ഖുലഫാഇൽ വാസിലീനൽ കുമ്മൽ ബിനഹവിൻ മിൻ 100,000 1,00,000-ഓളം കാമിലീങ്ങളായ വാസിലീങ്ങളായ ഉന്നതരായ അള്ളാഹുവിലേക്ക് പ്രാപിച്ചവരായ മുരീദുമാരും അതുപോലെ തന്നെ പിന്നെ ഖലീഫമാരെയും കൊണ്ട് ഈ ലോകത്ത് നിറച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് കടന്നുപോയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവരുടെ മൗലിദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖലീഫമാരിൽ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിച്ച അദ്വിതീയനായ ഒരു ഖലീഫയായിരുന്നു അവിടുത്തെ ബഹുമാനപ്പെട്ട കണ്യാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന കണ്യാല അബ്ദുള്ള ഹാജിൽ മൗല റളിയല്ലാഹു അൻഹു. അവിടുന്ന് എഴുതിയുണ്ടാക്കിയ മൗലിദ്, അവിടുന്ന് രചിച്ചുണ്ടാക്കിയ മൗലിദ്, ആ മൗലിദ് അതിൽ കാണാം ബഹുമാനപ്പെട്ടവർ തങ്ങൾ രചിച്ച ആ മൗലിദിൽ ബഹുമാനപ്പെട്ട സാലിഹ് മൗലാനെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഔലിയാക്കൾക്ക് മാത്രം പരിചയപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാലൽ ഫഖീർ മുരീദു ഷെയ്ഖ്, സാലിഹ് മൗലാൻ്റെ മുരീദായ ഒരു ഫഖീർ പറയുന്നു. ബഹുമാനപ്പെട്ട കണ്യാല മൗല അവിടെ അങ്ങനെ പരിചയപ്പെടുത്തൽ, അവിടുത്തെ ഫഖീറായ ഖാദിം എന്നൊക്കെയാണ് അവിടുത്തെ പറ്റി പരിചയപ്പെടുത്തൽ. വലിയ ഖനിയായിരുന്നു. ചെറിയ ഒരു കുടില് പോലെയുള്ള ഒരു ഭവനത്തിൽ വസിച്ചെങ്കിലും ദുനിയവിയുമായും ഉഖ്റവിയുമായും വലിയ ഖനിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്യാല മൗല. ഒരു ഫക്കീറല്ല, മറിച്ച് ഫക്കീർ എന്നത് അള്ളാഹുവിലേക്ക് മുമ്പിലേക്ക് ബഹുമാനപ്പെട്ടവർ ഉള്ള സ്ഥാനമാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ ഞാൻ നിലകൊള്ളാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വഴി ആ വഴിയാണ്. അല്ലെങ്കിൽ അവരെ പോലെ ഒരു വളരെ ലളിതമായാണ് എൻ്റെ ജീവിത രീതിയും എൻ്റെ സ്വഭാവ രീതിയും എൻ്റെ പെരുമാറ്റ രീതിയും എൻ്റെ കാര്യങ്ങളും എന്ന് ബഹുമാനപ്പെട്ട മൗല പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു സാലിഹ് മൗല ആരാണെന്ന് 1-2 വാക്കുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ജീവിതത്തിൻ്റെ മൊത്തം നിധാനങ്ങൾ അവിടുന്ന് പറയാണ്. ലബിസ ഷെയ്ഖുന ലിബാസ ശരീഅ, ബഹുമാനപ്പെട്ട സാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലെ ഡ്രസ്സ് ശരീഅത്ത് എന്ന് പറയുന്ന ഡ്രസ്സാണ്. ശരീഅത്തായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മേലങ്കി, ശരീഅത്തായിരുന്നു അവരുടെ പുറത്ത് കാണപ്പെടുന്ന വസ്ത്രം, ശരീഅത്തായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മസ്ലക്ക്, അവരുടെ ജീവിത ശൈലി. ശരീഅത്തിൽ നിലകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ അത് മുൻനിർത്തിക്കൊണ്ട്, അത് പ്രകടിപ്പിച്ചുകൊണ്ട്, അത് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു ജീവിച്ചത്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതത്തിൽ പല രീതിയിലും നമുക്കത് കാണാം. ളാഹിറു ശരീഅത്തിനോട്
ചെറിയ രീതിയിൽ യോജിക്കുകയും എന്നാൽ അതിൽ തന്നെ നിലകൊണ്ട് ജീവിക്കുന്നവരല്ലാതെ കാണുന്ന ഒരുപാട് ഔലിയാക്കളുടെ വഴികൾ കാണാം. അവരെല്ലാവരെയും നാം നമ്മളെ ഈ ചെറിയ കോല് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാവണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ നാം അളക്കുന്ന ശൈലി നമുക്ക് ശരിയല്ല. മറിച്ച് ആ രീതിയിൽ തന്നെ അഥവാ ശരീഅത്തിൽ തന്നെ അവർ ജീവിക്കും. പക്ഷേ പല കാര്യങ്ങളും നമുക്ക് തോന്നുമ്പോൾ ശരീഅത്തിൽ എതിരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അതൊന്നും എതിരല്ലാത്ത വിധം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഔലിയാക്കളെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ കഴിയും. പക്ഷെ പാടത്തക്കായി സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതശൈലി അങ്ങനെയല്ല. മറിച്ച് അവിടുന്ന് സ്വീകരിച്ച ബഹുമാനപ്പെട്ട ബന്ദർ മൗലയിൽ നിന്ന് സ്വീകരിച്ച ആ വഴി, ബന്ദർ മൗലാൻ്റെ മശായിഖമാരിൽ നിന്ന് സ്വീകരിച്ച ആ വഴിയിൽ ബഹുമാനപ്പെട്ടവർ ജീവിച്ച വഴി ശരീഅത്തിൻ്റെ ലിബാസ് അണിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. കണ്യാല മൗലാൻ്റെ ആ വാക്ക് വളരെ അനർത്ഥമായ, വളരെ പ്രസക്തമായ വാക്കാണ്. കാരണം ശരീഅത്തിൻ്റെ ആ കാലഘട്ടത്തിലെ മുടിചൂടാമന്നന്മാരുമായി അഭേദ്യ ബന്ധമുണ്ടാവുകയും അവരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരു വരിയായ ആലിമായി ജീവിച്ച ആളാണ് കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു. അങ്ങേയറ്റത്തെ വറോടുകൂടി ഇൽമോടുകൂടി പട്ടിക്കാട് കോളേജിൽ വരുന്നതിന് മുമ്പുള്ള റഹ്മാനിയ മസ്ജിദിൽ പ്രമുഖരായ ആളുകളെ കൊണ്ട്, പുത്തനങ്ങാടിയിലെ പള്ളിയിൽ വെച്ച് പ്രമുഖരായ പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ കിതാബ് ഓതുകയും അവരുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് എത്രയോ കൊല്ലം ജാമിഅ നൂരിയയിൽ വന്ന് പോകുന്നതിനിടയിലൊക്കെ ഒരു വിറക്ക് വെള്ളം പോലും ജാമ്യയിൽ നിന്ന് കുടിക്കാതെ ഭക്ഷണ സമയത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കോളേജിൽ വന്നാൽ ഭക്ഷണ സമയത്ത് പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വീണ്ടും വരുന്ന, അങ്ങനെ അങ്ങേയറ്റത്തെ വറയിൽ ജീവിച്ച ഒരു വലിയ അഗ്രേസനായ ആലിമ് ബഹുമാനപ്പെട്ട കണ്യാല ശൈഖുന റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സാലിഹ് മൗലാനെ പറ്റി പരിചയപ്പെടുത്തിയ വാക്കാണ്. അപ്പോൾ അവിടുത്തെ ജീവിതശൈലി നമുക്ക് അത് വെച്ച് ചെറുതായി നമുക്ക് ദൂരം നിന്ന് ഇങ്ങനെ വായിച്ചെടുക്കാം. അവിടുത്തെ വസ്ത്രം നമ്മളിങ്ങനെ കാണുകയാണ്. മാത്രമല്ല അതോടൊപ്പം വസബത്ത ഫി ബഹരി ത്വരീഖത്തിൻ്റെ ബഹർ, ത്വരീഖത്ത് എന്നത് വലിയൊരു ബഹറാണ്, അള്ളാഹുവിലേക്കുള്ള പലായനമാണ്, യാത്രയാണ്. ആ യാത്ര വഴിയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അത്തുറഖു ഇലല്ലാഹി ബി അദദി അംഫാസിൽ ഖലായിഖ്, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹിക്കമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷർഖാവിയെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന വഴികൾ, ആ വഴികൾ അത് വളരെ എണ്ണമറ്റതാണ്, അത് വളരെ വളരെ വർദ്ധിച്ചതാണ്, വളരെ ആഴമുള്ളതാണ്, അത് കരകാണാ കടലാണ്. ആ കടലിൽ ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല ആ കടലിലായിരുന്നു. വസബത്ത, ഈ ശരീഅത്തിൻ്റെ ലിബാസ് അണിഞ്ഞുകൊണ്ട് ആ കടലിലാണ് എപ്പോഴും ഉണ്ടായിരുന്നത്, ത്വരീഖത്തിൻ്റെ കടലിൽ. ആ കടലിൽ നിന്നിങ്ങനെ നിധി കോരുകയായിരുന്നു, കടലിൽ നിന്ന് മുത്തുകളിങ്ങനെ സംഭരിക്കുകയായിരുന്നു. അങ്ങനെ സംഭരിച്ച് വമല അസ്സഫീനത്ത ബിദ്ദുരിൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെ മുത്തുകൾ കൊണ്ട് കപ്പലുകൾ നിറച്ച് രാജാവായി ത്വരീഖത്തിൻ്റെ ബഹറിലൂടെ ശരീഅത്തിൻ്റെ ലിബാസ് അണിഞ്ഞ് കേരള മണ്ണിൽ ജീവിച്ച് ലോകത്തിന് പ്രഭ പരത്തിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അദ്വിതീയനായൊരു മഹാനാണ് ബഹുമാനപ്പെട്ട പാടത്തക്കായിൽ മറവിട്ട് കിടക്കുന്ന സ്വാലിഹുൽ മൗല റളിയല്ലാഹു തആല അൻഹു തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ, ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് ഒരു നബിമാരെപ്പോലെ അവരുടെ ജീവിതത്തിൽ നാം മാതൃകകൾ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ നാം പാലിച്ച് അവരിൽ നിന്ന് നാം എന്തെങ്കിലും ബർക്കത്തുകൾ വാങ്ങി അവരുടെ പൊരുത്തത്തിലും സന്തോഷത്തിലുമായി നാം ജീവിച്ച് കഴിഞ്ഞുകൂടുക എന്നത് മുസ്ലിം ലോകത്തിന് ജീവിത വിജയത്തിന് നിദാനമാണ്. അപ്പോൾ അതടിസ്ഥാനത്തിൽ അത്തരം ഔലിയാക്കളെ, അത്തരം ആരിഫ്യങ്ങളെ ജനങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും പിൻപറ്റുകയും ചെയ്യും. അങ്ങനെ പിൻപറ്റുന്നത് അവരുടെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തർബിയത്ത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ശിക്ഷണം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹിമ്മത്തുൽ ഹാല് കൊണ്ട്, അങ്ങനെയുള്ള സംഗതികളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ രക്ഷപ്പെടുത്തുന്ന ആ വഴി, ആ മാർഗങ്ങൾ, ത്വരീഖത്തിൻ്റെ മാർഗങ്ങൾ
അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് വിവിധങ്ങളാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സ്വഭാവങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവികരായ ഔലിയാക്കൾ അതിനെ സംബന്ധിച്ച് ഗ്രന്ഥരചന നടത്തിയ ഇമാമുകളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാം. എല്ലാവരും അതിൽ ഗ്രന്ഥം രചിച്ചുകൊള്ളണമെന്നില്ല. അവരുടെ ഉസൂലുകൾ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ മറ്റുള്ളവർ കേട്ട് ഇവിടെ ഗ്രന്ഥങ്ങളിൽ പകർത്തിയതായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗകര്യം അസിലും ഫസിലുമുള്ളത് അതിനെ സംബന്ധിച്ച് ഇമാമുകളൊക്കെ അംഗീകരിച്ച ഗ്രന്ഥങ്ങൾ അവലംബിക്കുകയാണല്ലോ എന്നുള്ള നിലക്ക് അത് സംബന്ധമായ നാം കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗം വളരെ സ്പഷ്ടമാണ്. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ജീവിക്കാൻ വേണ്ടി ഇതിനെ ഒരു ജീവിതമാർഗമായി കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം നമ്മളെ പുറംപോച്ച് ഇതെല്ലാം കാണിച്ച് ആളുകളെ വശീകരിച്ച് മനോഹരമായ ജീവിതം കെട്ടിപ്പടുത്ത് സുന്ദരമായി സുഖലോലുപനായി ഇവിടെ കഴിഞ്ഞുകൂടാൻ തെരീഖത്തിന് വിനിയോഗിക്കുന്ന ആളുകളുണ്ട്. അത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൻ്റെ വ്യാജ ശില്പികളായ അല്ലെ വ്യാജമാർഗത്തെ സഞ്ചരിക്കുന്നതായ ആളുകൾക്ക് കനത്ത താക്കീതും മറുപടിയുമായിരുന്നു ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗലാൻ്റെ ജീവിതവും ദർശനവുമെന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ഖലീഫ, അവിടുത്തെ പ്രിയപ്പെട്ട പ്രതിനിധി മഹാനായ കണ്ണിയാല മൗല റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ത്വരീഖത്ത് ആഗ്രഹിക്കുന്നത്, ഇന്നിപ്പോൾ ലോകത്തേറെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സാധാരണക്കാരുടെ ഇടയിലൊക്കെ അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിന് വിധേയമാക്കപ്പെട്ട ഒരു വിഷയമായി ഇന്ന് ത്വരീഖത്തുകൾ മാറിയിട്ടുണ്ട്. എന്നാൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ആ മഹത്തായ വഴി, ആ മഹത്തായ ഉന്നതമായ വഴി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറം എത്രയോ മഹത്തരമാണ്. ഒരു മനുഷ്യനെ സ്ഫുടമാക്കിയെടുത്ത് ഒരു മനുഷ്യൻ്റെ ഖൽബ് അത് കണ്ണാടിയാക്കി ആ കണ്ണാടി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആലമുകളെ ആലമുൽ അർവാഹ് അല്ലെങ്കിൽ ആലമുൽ ഉഖ്റ അല്ലെങ്കിൽ ഉന്നതമായ സമാവാത്തുകളെ മലക്കൂത്തുകളെ എല്ലാം കാണപ്പെടുന്നതിനെ കണ്ണാടിയാക്കി ഖൽബിനെ സ്ഫുടമാക്കി എടുക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ വാരിദാത്തുൻ ഇലാഹി വന്ന് ഖൽബിൽ ഇങ്ങനെ യഥേഷ്ടം ഫൈലാനാകുന്ന ഇറങ്ങി വരുന്ന ഉന്നതമായ ഹൃദയത്തിൻ്റെ ഉടമയാക്കി എടുക്കുക. അങ്ങനെ അള്ളാഹുവിൽ വാസിലാവുക, അങ്ങനെ വാരിദാത്തുൻ ഇലാഹിയാത്തുകൾ ലഭിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരടിമയായി ലയിച്ച് ചേരുക. അങ്ങ് അമർന്ന് താഴ്ന്ന് വിനയത്തോടെ സ്വന്തത്തെ നശിച്ച് അള്ളാഹുവിൻ്റെ വുജൂദ് കൊണ്ട് ആ വുജൂദിലായി ഇവിടെ വുജൂദാകുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നമുക്കത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഈ മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ച് വരുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രസിദ്ധമായ ഹിക്കമിൽ പറയുന്നത് കാണാം, അൽ കൗനു കുല്ലുഹു ദുൽമ. അള്ളാഹുവിൻ്റെ പ്രപഞ്ചമാസകലം ഇരുട്ടാണ്. എന്തിരുട്ട്? സൂര്യൻ്റെ വെളിച്ചമില്ലാത്ത ഇരുട്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ അകക്കണ്ണ് ബസാറത്ത് നഷ്ടപ്പെട്ട അഥവാ ഒന്നും കാണാത്ത കണ്ണാടി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖൽബെന്ന കണ്ണാടി, ആ കണ്ണാടിക്ക് വെളിച്ചമില്ല, അതിലൊന്നും കാണാത്ത പതിയാത്ത ഒരു ഒരു ഒന്നും പ്രതിഫലിച്ച് കാണാത്ത ഒരു ഇരുട്ടുള്ള സ്ഥലമാണ് ഈ പ്രപഞ്ചമാസകലം. എന്നാൽ ആ ഇരുട്ടിനെല്ലാം ശുദ്ധമാക്കി സ്ഫുടമാക്കി ക്ലിയറാക്കി അതിനെ വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ പ്രകാശങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണ് അതിൽ പ്രകാശിപ്പിക്കുക? അതൊരു കണ്ണാടിയാക്കി അതിലെല്ലാം തെളിഞ്ഞ് കാണുന്നൊരു കണ്ണാടിയാക്കി അതിനെ മാറ്റിയെടുക്കാം. വഇന്നമാ അനാറഹു ദുഹൂറുൽ ഹഖ് ഫീഹി. അള്ളാഹുവിൻ്റെ ദുഹൂർ, അള്ളാഹു അതിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചമാസകലം അള്ളാഹു അതിൽ ലാഹിറാകുമ്പോൾ അത് പ്രകാശിക്കും. അള്ളാഹു ലാഹിറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ലാഹിറാകുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്രഷ്ടാവായ അള്ളാഹു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഖവ്വിനായ അതിൻ്റെ നിർമ്മാതാവായ അള്ളാഹു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഖവ്യമായ അതിൻ്റെ അതിനെ പോറ്റുന്നവനായ പരിപാലിക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിനിങ്ങനെ കാണുമ്പോൾ, അള്ളാഹുവിലിങ്ങനെ മുശാഹദ വരുമ്പോൾ, അള്ളാഹുവിലിങ്ങനെ മുറാഖബ വരുമ്പോൾ, അള്ളാഹുവിലേക്ക് ഒരാളിങ്ങനെ ലയിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സൗന്ദര്യം മനസ്സിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ, ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആകൃഷ്ടനാകുമ്പോൾ, അതുകൊണ്ട് കൽബിങ്ങനെ നിറയുമ്പോൾ, അവൻ്റെ ദിക്ർ കൊണ്ട് നാവിങ്ങനെ നിറയുമ്പോൾ, അവൻ്റെ ചിന്തയിലായി
ഈ എല്ലാം ഒരു മനുഷ്യനിങ്ങനെ ലയിച്ച് ജയിച്ച് ചേരുന്ന സമയത്ത് അവൻ്റെ കൽബിൽ നിന്ന് ദുനിയാവില്ലാതായി പോകും. ഈ പ്രപഞ്ചം അവനിക്ക് കാണൂല. പിന്നെ അള്ളാഹുവിൻ്റെ പ്രഭ കൊണ്ട് ലോകം മുഴുവനും അവനിക്ക് പ്രകാശിച്ച് നിൽക്കും. അപ്പോൾ ഈ അള്ളാഹുവിലേക്ക് വസൂലാവുക, അള്ളാഹുവിൻ്റെ കാഴ്ച, ഈ അള്ളാഹുവിൻ്റെ പ്രകാശം ഈ ലോകത്ത് കാണണമെങ്കിൽ അതിന് അവനിക്കുള്ള തടസ്സം ഈ പ്രപഞ്ചത്തിൻ്റെ ഇരുട്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഇരുട്ട് നീക്കൽ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല എന്ന് പറയാണ്, അൽ ഹഖ്ഖു ലൈസ ബിമഹ്ജൂബ് വഇന്നമൽ മഹ്ജൂബ് അൻത അനിൻ നദരി ഇലൈഹി. നമ്മുടെ മുമ്പിൽ ഈ പറയുന്നതെല്ലാം ഇവിടെ ഉള്ളതാണ്. പക്ഷേ നമ്മളത് കാണുന്നില്ല, നമ്മൾ അതിലേക്ക് എത്തുന്നില്ല, അതിലേക്ക് ചേരുന്നില്ല. നമുക്ക് ചേരാൻ, നമ്മളതിലേക്ക് ലയിക്കാൻ നമ്മുടെ മുമ്പിലുള്ള തടസ്സം ഹിജാബാണ്, മറകളാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ, നമ്മൾ ഈ പ്രപഞ്ചമാസകലം ഇരുട്ടുകൾ നമ്മളെ മറയിട്ട് കട്ടിയുള്ള ഒരുപാട് ഹിജാബുകൾ, മറകൾ, കട്ടികൾ, തൊലികൾ നമ്മളെ തടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിജാബുകൾ നീങ്ങുമ്പോഴാണ്, മറ നീങ്ങുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വരിക. ഈ മറ എന്ന് പറയുന്നത് എവിടെയാണത്? അള്ളാഹുവിലല്ല മറ, നമ്മളിലാണ് മറ. നമ്മളിൽ മറ നീക്കണം. അൽ ഹഖ്ഖു ലൈസ ബിമഹ്ജൂബ്. അള്ളാഹു മറഞ്ഞു കിടക്കുന്നില്ല, അള്ളാഹു ഇവിടെയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അവൻ്റെ പ്രകാശം അവൻ മാത്രമേ ഇവിടെ ഉള്ളൂ. മറിച്ച് മറഞ്ഞു കിടക്കുന്നവരെ വൈന്നമൽ മഹ്ജൂബ് അൻത, ഹിജാബ് നിന്നിലാണ്. നിൻ്റെ ഹിജാബ് നീക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മഹാന്മാർ പറയാണ്, തശവ്വുഫുക ഇലാ മാ ബുത്തിന ഫീക മിനൽ ഉയൂബി ഖൈറും മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഉയൂബ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, നിന്നിലുള്ള ഒരുപാട് അയ്ബുകൾ, നമ്മളിലുള്ള ഒരുപാട് ദുസ്വഭാവങ്ങൾ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, അതിലേക്ക് നമ്മൾ നോക്കുക. അള്ളാഹുവിലേക്ക് വാസിലാകാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വസൂല് നമുക്ക് ലഭിക്കുക? അള്ളാഹുവിൻ്റെ വാരിദാത്ത് എങ്ങനെ ഇതിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുന്നതിന് പകരം അള്ളാഹുവിലേക്ക് ലയിക്കാൻ യോഗ്യനാണോ ഞാൻ? അള്ളാഹുവിൻ്റെ വാരിദാത്തുൻ ഇലാഹി ഫൈലാനി, അതുപോലെ തന്നെ ലദുന്നി വന്നിറങ്ങാൻ യോഗ്യനാണോ ഞാൻ എന്ന് നിന്നിലേക്ക് നീ ചിന്തിക്കുക. നിന്നിൽ മറക്കപ്പെട്ട അയ്ബുകളുണ്ട്, നിന്നിൽ ഒരുപാട് അയ്ബുകൾ. ഈ അയ്ബുകളെപ്പറ്റി നീ ചിന്തിക്കണം. നിന്നിൽ എന്തൊക്കെ അയ്ബുകളുണ്ടെന്ന് നീ ചിന്തിക്കണം. നിൻ്റെ പോരായ്മകൾ നീ ചിന്തിക്കണം. നിരന്തരം അതിലേക്ക് നീ ഗവേഷണം ചെയ്യണം. നീ അതിലേക്ക് മടങ്ങണം. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ട്, വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. കിബർ, അത് ഒരിക്കലും ഒരടിമക്ക്, ഒരു ഉബൂദിയത്തിന്, ഒരടിമത്തം ഉണ്ടാകാൻ യോജിച്ചതല്ല കിബർ. അടിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിലുള്ളവനാണല്ലോ. അവനക്കൊരു സ്വതന്ത്രവുമില്ല, അവനക്ക് സ്വന്തമായി മുതലില്ല, അവനക്ക് നല്ല ഡ്രസ്സില്ല, അവനക്ക് അംഗീകാരങ്ങളില്ല, അവനക്ക് സ്റ്റേജില്ല, പേജില്ല, അവനക്കൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട, അതൊന്നുമില്ലാത്തവനാണ് അടിമ എന്ന് പറയുന്നത്. ഉടമക്കാണ് ക്യാഷുള്ളത്, ഉടമക്കാണ് ഡ്രസ്സുള്ളത്, ഉടമക്കാണ് നമ്മളെ ഖിദ്മത്ത് ചെയ്യുന്നത്, ഉടമക്കാണ് ഉത്തമമായ ജീവിതമുള്ളത്, ഉടമയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. ഉടമ എന്തെങ്കിലും തന്നാൽ അതേ നമുക്കുള്ളൂ, ഉടമൻ്റെ മുമ്പിലേ നമുക്ക് സമ്മതമുള്ളൂ, ഉടമ തരുന്നത് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഉടമത്വം, റുബൂബിയത്ത് അത് അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം നമിച്ചുകൊണ്ട് നമ്രശിരസ്കനായി റബ്ബിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഒരു അടിമത്തം. ആ അടിമത്തത്തിന് യോജിക്കാത്ത വിശേഷണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കിബർ. അതുപോലെ തന്നെ നമ്മളെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു സ്വീകാര്യതയെ അതൊരു വലിപ്പമായി നമുക്ക് തോന്നുക, റിയാ, ആളുകൾ കാണണമെന്ന് തോന്നുക, ഉജുബ്, ഉള്ളിൽ നാം വലിയവനാണെന്ന തോന്നിച്ചകൾ, മറ്റുള്ള ആളുകൾക്ക് ഒരു നിഅമത്ത് കിട്ടുമ്പോൾ അതിൽ നമുക്ക് ദുരുദ്ദേശങ്ങൾ, വേറെ ആളുകളുടെ കുറവുകൾ നമ്മൾ കാണൽ. വേറെ ആളുകളുടെ കുറവ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറവില്ലാതിരിക്കുമ്പോഴല്ലേ വേറെ ആളെ കുറവ് കാണുക. നമുക്കുള്ള അതേ സ്വഭാവം, ദുസ്വഭാവം, കുറവ് അത് വേറൊരാളിൽ കാണുമ്പോൾ അയാളിങ്ങനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുക. നമ്മളിൽ അതുണ്ടായിരിക്കെ എത്ര വിഡ്ഢിയാണത്. അങ്ങനെ നോക്കുമ്പോൾ ആളുകൾക്ക് എന്ത് ഐബാണുള്ളത് നമ്മളിൽ ഇല്ലാത്തത്? എല്ലാ ഐബിൻ്റെയും കൂടാരം നമ്മളായിരിക്കും. ഈ ഐബുകളും ഈ കൂടാരങ്ങളും ഈ വൃത്തികേടുകളും
കൽബിനിങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ കൽബ് മറയിടപ്പെട്ടതാണ്, മറയിടപ്പെട്ടിട്ടാണ് ഉള്ളത്. അത് മറയാണ്, അതല്ല ഓരോന്നും കട്ടിയുള്ള മറകളാണ്. ഈ കട്ടിയുള്ള മറകൾ നാം അതെങ്ങനെ കളയും? അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതിനെ ചീന്തിക്കളയുന്ന പിന്നെ ഉളികളില്ല, അതിന് ആശാരി ഉളികളില്ല, മുട്ടികളില്ല, ആമറുകളില്ല. അതിനെ നശിപ്പിക്കാനുള്ള വഴി, ആ അവസ്ഥയെ നശിപ്പിക്കാനുള്ള വഴി, ആ വഴിയിൽ നമ്മൾ ഭയങ്കരമായ ത്യാഗം ചെയ്യേണ്ടി വരും. ത്യാഗം ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെയല്ല. ചില ആൾക്ക് പെട്ടെന്ന് അത് നീങ്ങിക്കിട്ടും. ചില സ്ഥലത്ത് പെട്ടെന്ന് കിണർ കുത്തിയ വെള്ളം ഉണ്ടാവുമല്ലോ, ചില സ്ഥലത്ത് എത്രയോ കുഴിക്കേണ്ടി വരും, കുഴിച്ചാലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും. എന്നതുപോലെ പിന്നെ ചില സ്ഥലത്തും ചിലതിൽ മണ്ണായാൽ വേഗം പോകും, ചിലതിൽ മണ്ണായാൽ വേഗമൊന്നും പോവില്ല. ചില ചളികൾ വേഗം പോകും, ചില ചളികൾ വേഗമൊന്നും പോവില്ല. അങ്ങനെ പലതരത്തിലുള്ള കറകളായ കട്ടിയുള്ള ചളികൾ അങ്ങനെ പല രീതിയിലുണ്ട്. അതുപോലെ വിനിയോഗിക്കുന്ന സോപ്പ്, നല്ല സോപ്പാണെങ്കിൽ വേഗം പോയിക്കാൻ കഴിയും. സോപ്പ് നിലവാരം കുറവാകും, വേഗം ചളി പോവില്ല. അതുപോലെ തന്നെ നമ്മളതിനെ വൃത്തിയാക്കുന്ന സർഫുകൾ, പൊടികൾ. അപ്പോൾ എന്നതുപോലെ അതൊക്കെ ഉദാഹരണം പറയുകയാണ്. നമ്മുടെ ഈ കൽബിലുള്ള, നമ്മളിലുള്ള ഹിജാബുകൾ, മറകൾ, ദുസ്വഭാവങ്ങൾ, ശീലങ്ങൾ, ഇത് നാം ശുദ്ധിയാക്കുമ്പോൾ നമ്മളെ കൽബിങ്ങനെ പ്രകാശിക്കും. കൽബിങ്ങനെ പ്രകാശിക്കുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ വാരിദാത്തുൻ ഇലാഹിയകൾ ഇങ്ങനെ വരും. വാലിദാത്തുൻ ഇലാഹിയകൾ വരുമ്പോൾ അത് തൗഫീഖാണ്, അത് വലിയ തൗഫീഖാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിനെ, അതിൻ്റെ ഉത്സാരങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, അതിൻ്റെ വസ്തുതകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിനാണ് മുജാഹദ എന്നൊക്കെ പറയുന്നത്. സൂഫിയാക്കളുടെ ഭാഷയിൽ, ആരിഫീങ്ങളുടെ ഭാഷയിൽ മുജാഹദ എന്ന് പറയുന്നത്. ആ മുജാഹദിൻ്റെ ഭാഗം ഇബാദത്ത് ചെയ്യലാണ്. ഒരു വഴി അതാണ്. എല്ലാം ഈ ഒരു വഴിയൊന്നും അല്ല, അതിലൊരു വഴിയാണ് ഇബാദത്ത്. ഇബാദത്ത് ഇങ്ങനെ നമ്മൾ ദിക്റുകൾ, ഫിക്റുകൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, സകാത്തുകൾ, അതുപോലെ തന്നെ സഹറുല്ലയാലി, ഉറക്കൊഴിക്കലുകൾ, അള്ളാഹുവിൻ്റെ ചിന്തകൾ, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കരയൽ, ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. എന്തെല്ലാം വഴികൾ, പല ജാതി വഴികളുണ്ട്. ഇവർ വരുന്ന പല ആളുകളും പല രീതി അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് അതതി അംഫാസിൽ ഖലായിക്ക്, സൃഷ്ടികളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് റബ്ബിലേക്ക് സഞ്ചരിക്കുന്ന വഴികളുണ്ട് എന്നാണ്. ഓരോ ശ്വാസങ്ങളും വാരിതുകളായി മനുഷ്യനെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നത് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയുന്നുണ്ട്. അനുഭവിച്ച ആളുകൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ പറയുന്നുണ്ട്, അനുഭവിച്ച ആളുകൾ ഓരോ ശ്വാസങ്ങളും. ഈ സ്വഭാവങ്ങളൊന്നും നീങ്ങാതെ ഒരു മനുഷ്യൻ എത്രയോ ദാക്കിറായി, മുസല്ലിയായി, അതുപോലെ തന്നെ സ്വായിമായി, നോമ്പ് നോക്കുന്നവനായി, നിസ്കരിക്കുന്നവനായി, സക്കാത്ത് കൊടുക്കുന്നവനായി, അതുപോലെ തന്നെ ധീരൻ്റെ ഇൽമിനായി, ശുഗലായി, അങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ സ്വഭാവങ്ങളൊന്നും നീങ്ങുന്നില്ലെങ്കിൽ അവൻ മനസ്സിലാക്കണം, അവനെപ്പറ്റി നീങ്ങുന്നുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ എന്ന് അവനിങ്ങനെ വിലയിരുത്തുമ്പോൾ എൻ്റെ മക്കാൻ എത്രയായിട്ടുണ്ട് എന്ന് അവനിക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ നീ എത്ര എത്തി എന്നത് നിൻ്റെ മഹത്വവും നിൻ്റെ സ്ഥാനവും തിരിയാൻ നീ വേറെ ആരോട് ചോദിക്കണം, നീ നിന്നോട് ചോദിച്ചാൽ മതി. എനിക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പം എത്ര സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിന്നോട് തന്നെ നീ ചോദിച്ചാൽ മതി. നമ്മളിൽ തന്നെ നമ്മളതെല്ലാം ഉണ്ട്. നമുക്ക് അള്ളാഹുവിനെ ഓർമ്മിക്കാനും നമുക്ക് പരലോകത്ത് ഓർമ്മിക്കാനും ഒരാളെ പുറത്തുനിന്ന് വയല് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മളിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. കഫാബിൽ മരണം ഓർമ്മിച്ചാൽ തന്നെ എത്രയോ വയലായി മാറിയെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ഗസാലി കിതാബുൽ മൗത്തിൽ, പിന്നെ ദിക്റുൽ മൗത്തിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ എത്ര എത്തി, നമ്മൾ എത്രമാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്നതിനെ തിരിച്ചറിയാൻ ഒരു വഴി ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി പറയുന്നത്, അള്ളാഹുവിനക്ക് നിൻ്റെ കൽബിൽ എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയുമെന്നാണ്. നമ്മൾ ഓരോന്നിലും അള്ളാഹുവിന് എത്ര സ്ഥാനം അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ തീഷ്ണമായ ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ കഠിനമായ പരിശ്രമമാണ് ഈ നമ്മളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗം. അത് ഈ പരിശ്രമം. ഇങ്ങനെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അപ്പുറം ഇപ്പുറം കുത്താനും ആക്ഷേപിക്കാനും വിമർശിക്കാനും അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. ഫറാഗില്ലാത്ത ആൾ എന്നാണ് മുരീദിൻ്റെ അർത്ഥം. മുരീദ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളെന്ന് അതിന് നേരെ അർത്ഥം. ഉദ്ദേശിക്കുന്നവൻ, ഒരാളൊരു ഉദ്ദേശത്തിലുള്ള ഒരു കാര്യത്തിലുള്ള. ഇപ്പം എന്നെ വിളിക്കല്ല, ഞാനൊരു വഴിയിലാണ് ഉള്ളത്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഞാനൊരു പ്രത്യേക ഉദ്ദേശത്തിൽ അത് കഴിയട്ടെ,
അപ്പോൾ ആ ഒരു ഉദ്ദേശിക്കുന്ന ആളാണ്. ആ ഉദ്ദേശിക്കുന്നത് മുറാദ് അള്ളാഹു ആണ്, അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ആ വഴി കാണിച്ചു തരുന്ന ആളാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ഷെയ്ഖ് അത് കാണിച്ചു കൊടുക്കുന്ന, അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുക്കാൻ അത്രമാത്രം ആ വഴികളും അതിലൊക്കെ മുങ്ങി അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളും അറിയുകയും അതാത് സന്ദർഭത്തിൽ തൊട്ടുണർത്തി വഴിതെറ്റാതെ കൊണ്ടുപോകാൻ മാത്രം യോഗ്യതയുള്ള ഇതിൽ പരിപൂർണനായ ഒരാൾക്കാണ് ഷെയ്ഖ് എന്ന് പറയുക. ഇതിലെല്ലാം എന്തെല്ലാം ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ സല്ലത്തുകൾ വരും, ഖത്തകൾ വരും. ആ ഖത്തകളൊക്കെ വരുമ്പോൾ അവരെ പുറത്താക്കുകയല്ല, അവരെ മോശപ്പെടുത്തുകയല്ല, മറിച്ച് അതെല്ലാം ശരിയാക്കി കൊടുത്ത് അവരെ റെഡിയാക്കി കൊടുത്ത് അവരെ റെഡിയായി അവരെ ശരിപ്പെടുത്തി കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ഒരു ഗുരുനാഥൻ, ഒരു ഷെയ്ഖിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം അങ്ങനെ അതൊരു ഗുരുവാവുക എന്ന വലിയൊരു പദവി തന്നെയാണ്. വളരെ പ്രയാസമുള്ളൊരു പദവിയാണത്. നമുക്കെല്ലാം ഇപ്പം ഷെയ്ഖാവാൻ ആഗ്രഹിക്കുമായിരിക്കില്ല എല്ലാവരും. ഞാൻ ഷെയ്ഖാവാനാണല്ലേ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉന്നതമായൊരു ഹിമ്മത്തും വളരെ പ്രയാസം നിറഞ്ഞ ഒരു വഴിയുമാണത്. അപ്പോൾ അതിൽ തന്നെ പല ആളുകളുണ്ട്. എല്ലാ ഷെയ്ഖില്ലാത്തവൻ്റെയും ഷെയ്ഖ് ഞാനാണ് എന്നൊക്കെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരില്ലെങ്കിൽ നമുക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നമുക്കിപ്പോഴും ആ വഴിയിൽ നമുക്ക് ചേർന്നാൽ ഷെയ്ഖ് തങ്ങളിൽ നിന്ന് നേരിട്ട് മദതുകൾ കിട്ടുന്ന, ഇൽഹാമിയായും മനാമിയായൊക്കെ മദതുകൾ കിട്ടുന്ന അവസ്ഥകളെ സംബന്ധിച്ചൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കഠിന യത്നമാണ്, ആ യത്നത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഈ അള്ളാഹുവിൻ്റെ വഴിയിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും തിരിച്ചു പോകുമ്പോൾ സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, റജൗന മിനൽ ജിഹാദിൽ അസ്ഗർ ഇലൽ ജിഹാദിൽ അക്ബർ. നമ്മൾ ഈ യുദ്ധം ജയിച്ചു, സന്തോഷത്തിൽ പോവുകയാണ്. പക്ഷേ നമ്മളിനി ഇതിനേക്കാളും വലിയ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഏതാ യുദ്ധം? സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം. പടവാടേന്തി വരുന്ന പടക്കളത്തിലുള്ള ശത്രുവിനോട് പോരാടുന്നതിനേക്കാളും കടുപ്പപ്പെട്ട യുദ്ധമാണ് നമ്മളെ സ്വന്തം ശരീരത്തിലുള്ള വൈകല്യങ്ങളോടുള്ള യുദ്ധം. ഇത്തരം സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം ചെറുതല്ല. ആ സമരം എത്രയോ കൊല്ലങ്ങൾ എടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് നിമിഷങ്ങൾ കൊണ്ട് സാധിക്കും. നല്ലൊരു മുജരിദായ അല്ലെങ്കിൽ നല്ലൊരു മുജറബായ നല്ലൊരു പരിശീലന പ്രാപ്തിയുള്ള നല്ലൊരു ഷെയ്ഖിനെ ലഭിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് നീക്കിയെടുക്കാൻ കഴിയും. അവരുടെ അടുത്ത് അതിൻ്റെ എളുപ്പ വഴികളും അതുപോലെ തന്നെ അതിൻ്റെ എളുപ്പ മരുന്നുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ വിനിയോഗിക്കുമ്പോൾ വളരെ വേഗത്തിൽ ചിലപ്പോൾ ആകും. എന്നാലും ചില ആളുകൾ കട്ടി നീങ്ങിക്കിട്ടൂല. അങ്ങനെ പല രീതിയിൽ മുസൂലാവുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗം, ആ മാർഗത്തിൽ എത്രയോ ആളുകളെ കൊണ്ടുവന്ന് അവരെ ആ വഴിയിലേക്ക് നയിച്ച് അങ്ങനെ അവർക്ക് സഫാ നൽകി, അവർക്ക് വാരിദാത്തുൻ ഇലാഹിയെ നൽകിയ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ഈ ലോകത്തെ നിറച്ച മഹാൻ എന്നാണ് ബഹുമാനപ്പെട്ട സാലിഹ് മൗല റളിയല്ലാഹു അൻഹുവിനെ പറ്റി കണ്യാല മൗല രേഖപ്പെടുത്തിയത്. വമല അൽ ആലമ മിനൽ മുരീദീന വൽ ഖുലഫാഇൽ വാസിലീനൽ കുമ്മൽ. ഈ ലോകത്തെ ബഹുമാനപ്പെട്ട സാലിഹ് മൗല നിറച്ചു. നേരെ പരിഭാഷ പറഞ്ഞാൽ മിനൽ മുരീദീന വൽ ഖുലഫ, മുരീദുമാരും ഖലീഫമാരും. ആരാണവർ? അൽ വാസിലീനൽ കുമ്മൽ, അള്ളാഹുവിലേക്ക് വാസിലായ കാമിലായ പരിപൂർണരായ. മിൻ നഹവി മിഅത്തി അൽഫ്, ഏതാണ്ട് ബിനഹവി മിഅത്തി അൽഫ്, 1,00,000 ആളുകൾ, 1,00,000 ആളുകൾ ഈ അത്രയും വാസിലിങ്ങളെ കാമിനിങ്ങളെ ഈ ലോകത്ത് നിറക്കാൻ അവിടുത്തെ മാർഗം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മൗലായെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. അത്രയും വലിയ മഹാനാണ്. അള്ളാഹുവെ, ആ മൗലാൻ്റെ മദതും ബറക്കത്തും കൊണ്ട് നമ്മളെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. അല്ലാഹ്, ഞങ്ങൾക്ക് അതിലെ ഒരു വസ്തുവും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ ചെറുതാണ് പഠിച്ചവനെ. അവിടുത്തെ ഒരു മദത് നിൻ്റെ ഫദല് കൊണ്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ റബ്ബേ, നീ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. ഞങ്ങളടുത്ത് ഒരുപാട് പോരായ്മയുണ്ട്, പോരായ്മയെ ഞങ്ങളടുത്തുള്ളൂ. ഞങ്ങൾക്കത് ശരിക്കും ഞങ്ങളെ പറ്റി അറിയാം. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അല്ലാ, നാഫിയായ ഇൽമ തരണേ അല്ലാ, മദത് തരണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. പഠിച്ചവനെ സലാമത്താക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സാലിഹ് മൗലാൻ്റെ ഇൽമ കൊണ്ടും അവിടുത്തെ ഖദർ കൊണ്ടും അവിടുത്തെ കറാമത്ത് കൊണ്ടും ഞങ്ങൾക്ക് നീ ഉപകാരം തരണേ അല്ലാ. ഞങ്ങളെ നീ ഉയർത്തി തരണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.